ഹലോ മൈ ഡിയർ സ്റ്റാർ സോൾ നമസ്തേ, വെൽക്കം ടു സമാരാധ്യ കോസ്മിക് ഇൻസൈറ്റ്സ്. എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും ഞാൻ സ്റ്റാർ സോളായിട്ടാണ് സങ്കല്പിക്കുന്നത്. നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും ഞാനൊരു പ്രാർത്ഥനയോടുകൂടി യൂണിവേഴ്സിന് സമർപ്പിക്കാറുണ്ട്. ഇന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ. ചില രോഗങ്ങൾ എത്ര ചികിത്സിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ മരുന്ന് കഴിച്ചിട്ടും ഒക്കെ നമുക്ക് ചിലത് മാറിക്കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണിത്? എന്താണ് യൂണിവേഴ്സ് ഇതിൽ നിന്ന് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വലിയ രോഗങ്ങളെ പറ്റിയല്ല പറയുന്നത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, എന്നാൽ അത് ജീവിതത്തിൽ വലിയ പ്രയാസമല്ല, എന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാറാതെ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില രോഗങ്ങളുണ്ടാവും. അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നോക്കാം. കിങ് ഓഫ് സോർട്സ്, പേജ് ഓഫ് കപ്സ്, 7 ഓഫ് സോർട്സ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് സോർട്സ് പറയുന്നത് ഈ രോഗം, ഈ പ്രശ്നം മാറ്റണം അല്ലെങ്കിൽ ഇത് മാറണം നദിയായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു ഓവർ തിങ്കിങ് മനസ്സ് കാണിക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിച്ച് വെക്കുന്നുണ്ട്. പല ഡോക്ടർമാരെ കാണുന്നുണ്ട്, പലതരം ചികിത്സകൾ, ചില പൊടിക്കൈകൾ, മരുന്ന്, പ്രാർത്ഥന, അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതുകൂടെ ട്രൈ ചെയ്യുക, അങ്ങനൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തടസ്സം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു പേജ് ഓഫ് കപ്സ് ആണ് വന്നത്. അപ്പോൾ ഒരു കാർമിക് എഫക്റ്റ് ഉണ്ട്, ഒരു ഇന്നർ ചൈൽഡ് പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെൻഡപ്പ് ഇമോഷൻസ്, സ്ട്രെസ്, ഇതൊക്കെയാണ് രോഗങ്ങൾക്ക് കാരണമായിട്ട് മാറിയിരിക്കുന്നത്. 7 ഓഫ് സോർട്സ് പറയുന്നത് ഈ രോഗം, വേദന, അതിൻ്റെ സ്ട്രഗിൾസിനെ പറ്റിയൊന്നും എല്ലാവരോടും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട എന്നാണ്. കാരണം ഈ ഓവർ ഡിസ്കഷൻ നിങ്ങളെ പ്രശ്നത്തിലാക്കും. ഈ ചിലപ്പോൾ ചില ആൾക്കാരുടെ കരുണയില്ലാത്ത വാക്കുകൾ, അല്ലെങ്കിൽ അത് നിസ്സാരമായിട്ട് ചിലർ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനോട് മറ്റുള്ളവർക്ക് തോന്നാവുന്ന ചില അസൂയ, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ ചില ആൾക്കാരോട് കുറവില്ലേ മാറിയില്ലേ എന്നൊക്കെ ചോദിക്കും. ഈ വയ്യാതിരിക്കുന്ന ആളിനോട് 10 പേര് വന്ന് മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഓരോ ചോദ്യവും ശരീരത്തിന് ഭാരമുണ്ടാക്കുന്നതാണ്. നമുക്ക് നോക്കാം. 21 ദിവസം നമുക്കൊരു അഫർമേഷൻ എടുക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ മെസ്സേജ് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ രാത്രി കിടക്കുന്നതിന് മുമ്പ് കണ്ണുകൾ അടച്ച് കൈ നെഞ്ചത്ത് വെച്ച് നമുക്ക് അഫർമേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുത്ത് സ്വന്തമായിട്ട് പറയുകയാണെങ്കിലും ചെയ്യാം. നോക്കാം. അഫർമേഷൻ. കണ്ണടയ്ക്കാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ശ്വാസം പുറത്തേക്ക് വിടാം. അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങളെയും കർമ്മഭാരങ്ങളെയും ഞാൻ സ്നേഹത്തോടെ വിട്ടുകൊടുക്കുന്നു. എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഇപ്പോൾ ശാന്തത അനുഭവിക്കുന്നു. എനിക്ക് സൗഖ്യവും സ്വാസ്ഥ്യവും ഉണ്ടാകുന്നു. ഐ റിലീസ് ഓൾഡ് കർമ്മ. വാട്ട് നോ ലോങ്ങർ ബിലോങ്സ് ടു മീ ഐ റിട്ടേൺ ടു ദ യൂണിവേഴ്സ്. ഐ ആം സേഫ്, ഐ ആം ഹാപ്പി, ഐ ആം ഹീലിംഗ്. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. താങ്ക് യു ഫോർ ലിസണിങ്.